ഫ്രോസൺ കൊള്ളി വെച്ചിട്ട് നമുക്ക് കൊള്ളി സ്റ്റൂ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആദ്യം അതൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ വലിയ പീസായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആദ്യം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഇഞ്ചി, പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം, ഉപ്പ് ഇത്രയും ചേർത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 2 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൽ 2 വിസിലടിച്ചിട്ടുണ്ട്. ഇനി ഇത് എയറൊക്കെ പോയതിന് ശേഷം തുറന്നു നോക്കാം. ഇപ്പം കൊള്ളി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. കൊള്ളി നല്ലതുപോലെ ഉടഞ്ഞ് തേങ്ങാപ്പാലുമായിട്ട് മിക്സായിട്ട് വരുമ്പോഴാണ് കൊള്ളി സ്റ്റൂവിന് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇപ്പോൾ കൊള്ളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തേങ്ങാപ്പാലിൽ നന്നായിട്ട് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് തേങ്ങാപ്പാൽ ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്താൽ സ്റ്റൂ റെഡിയായി. കറിവേപ്പില നല്ല ഫ്രഷ് കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ എന്താ നല്ലത്. ഞാനിപ്പോൾ കറിവേപ്പില ഇവിടെ ഫ്രീസറിൽ വെച്ചിട്ടുള്ളതാണ്. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊള്ളി സ്റ്റൂ ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്